രാഷ്ട്രപതിയുടെ റഫറൻസ് ചോദ്യങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർണായക തീർപ്പ്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച്. സംസ്ഥാനത്ത് 2 എക്സിക്യൂട്ടീവ് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകരുത്. ആശയവിനിമയമില്ലാതെ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ഫെഡറൽ തത്വത്തിനെതിരെന്നും കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ SIT ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ SP ശശിധരന്റെ നേതൃത്വത്തിൽ രഹസ്യ കേന്ദ്രത്തിൽ. N വാസുവിനെ 1 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട് കൊല്ലം വിജിലൻസ് കോടതി. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരമേറ്റു. നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് 10ാം തവണ. സമ്രാട് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാർ. ക്യാബിനറ്റിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ. BJP നേതാവ് പ്രേംകുമാർ സ്പീക്കറായേക്കും. NDAയുടെ ശക്തി പ്രകടനമായി സത്യപ്രതിജ്ഞാ ചടങ്ങ്. തൃശൂർ അടാട്ട് പഞ്ചായത്തിൽ മുൻ MLA അനിലക്കര കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷനിൽ VM വിനുവിന് പകരം ബൈജു കാളക്കണ്ടി UDF സ്ഥാനാർത്ഥി. വൈഷ്ണ സുരേഷിന്റെ പേര് വെട്ടിയതിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് K മുരളീധരൻ. വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ DCC നേതൃത്വം. ഡൽഹി ഭീകരാക്രമണത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. അൽഫലാഹ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ആദ്യമല്ല എന്ന അന്വേഷണ സംഘം. പൂർവ്വ വിദ്യാർത്ഥി ഗുജറാത്ത് സ്ഫോടന പരമ്പരയിലെ മുഖ്യ കണ്ണി. മുഖ്യസൂത്രധാരൻ ഉമർ നബിയുടെ സഹായികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. കശ്മീരിലുള്ളവരെ മുഴുവൻ സംശയനിഴലിൽ നിർത്തുന്നുവെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള.